ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. സാരണൻ തുടർന്നു. അതാ ചെവികൾ കൂർപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ദേഹം വളച്ച് തയ്യാറായി നിൽക്കുന്ന ശരഭൻ എന്ന വാനര മുഖ്യനാണവൻ. മരണത്തിൽ ഭയമില്ല, യുദ്ധത്തിൽ ഒരിക്കലും പിന്മാറുക പതിവില്ല. കോപം കൊണ്ട് ദേഹം മുഴുവൻ വിറയ്ക്കുന്നു, ഉഗ്രദൃഷ്ടികളെ വിലങ്ങത്തിലും പായിക്കുന്നു. വാൽ വീശി ഇടയ്ക്കിടയ്ക്ക് അലറുന്നു. സാൽവേയം എന്ന മനോഹരമലയിൽ അധിവസിക്കുന്ന ആ ശരഭൻ അനൽപവേഗിയും ഭയരഹിതനുമാണ്. ഇവൻ്റെ കീഴിൽ വിഹാരന്മാർ എന്ന പേരിൽ അചിന്ത്യ ബലവാന്മാരായ 40 ലക്ഷം കവീന്ദ്രന്മാരുണ്ട്. കാർക്കൊണ്ടൽ ആകാശത്തെ പോലെ മൂടി നിൽക്കുന്നത് ശരഭൻ്റെ വൻപടയാണ്. അമരന്മാരുടെ മധ്യത്തിൽ ദേവേന്ദ്രനെ പോലെ അവൻ ശോഭിക്കുന്നത് നോക്കൂ. പടഹധ്വനി പോലെ അലറുന്ന ഇവൻ യുദ്ധത്തെ കുതിക്കുന്ന കപിവരന്മാരിൽ അദ്വിതീയൻ. പാരിയാത്രമെന്ന മികച്ച മാമലയിൽ വാഴുന്നവൻ, പോരിൽ ദുസ്സഹനായവൻ. പനസൻ എന്ന വാനരേന്ദ്രനാണ്. 50 ലക്ഷം പടകളുടെ നായകനായ പനസൻ എന്തിനും തയ്യാറായി നിൽക്കുന്നു. സംഘമായി ചാടിക്കളിച്ച് ഉത്സാഹത്തിമർപ്പോടെ കടൽ തീരത്ത് രണ്ടാമതൊരു സാഗരം പോലെ നിൽക്കുന്ന ഘോരസേനയെ നയിക്കുന്ന ആ യൂതപ പ്രമുഖൻ. പർണായസം എന്ന നദിയിലെ നിർമ്മല ജലം പാനം ചെയ്യുന്ന ഇവൻ്റെ പേർ വിനതൻ എന്നാണ്. 60 ലക്ഷം മർക്കട വീരന്മാരാണ് ഈ വിദ്വാൻ്റെ അധീനത്തിലുള്ളത്. ഉത്തുംഗമേടയിൽ നിൽക്കുന്ന തിരുമേനിയെ കണ്ടതുകൊണ്ടാണ് ക്രധനൻ എന്ന വാനര ശ്രേഷ്ഠൻ പോരിഞ്ഞു വിളിക്കുന്നത്. ബലശാലികൾ ഒത്തുചേർന്ന് വെവ്വേറെ കൂട്ടമാക്കി ക്രധനൻ പടകളെ നിർത്തിയത് നോക്കൂ. കാവിമൺ നിറമുള്ളൊരു കവീന്ദ്രൻ നിൽക്കുന്നത് കണ്ടില്ലേ? തിരുമേനിയോട് ഏറ്റുമുട്ടാൻ ധൃതി പിടിച്ചിട്ടാണ്. ബലമതമാർന്ന ഇവൻ പ്ലവകവരന്മാരിൽ അഗ്രഗണ്യനാണ്. 17 ലക്ഷം അമേയ ബലമാർന്ന പടകളുടെ നാഥനായ ഇവനാണ് ഗവയൻ എന്ന യശസ്വി. തൻ്റെ സൈന്യം കൊണ്ട് മാത്രം കാമരൂപികളും മഹാശക്തരും സേനാനാഥരും ദുസ്സഹരുമാണ് അവർ. ഗയവൻ ലങ്ക തല്ലി തകർത്ത് രാമനെ സന്തോഷമേകുവാനാണ് ആലോചിച്ച് തീർച്ചപ്പെടുത്തി നിൽക്കുന്നത്. ചാരണൻ വീണ്ടും തുടർന്നു. വാനരന്മാരെ, തൃക്കൺ പാർക്കുന്ന മഹാരാജാവെ, യൂതപാലന്മാരായവരെ, സ്വജീവനെ തന്നെ കണക്കാക്കാതെ ശ്രീരാമനു വേണ്ടി പരാക്രമത്തോടെ അടരിന് തയ്യാറായവരെ, ഞാൻ പറയാം. വെളുത്തും കറുത്തും മഞ്ഞച്ചും തുടുത്തും ഇടവിട്ട നിറത്തിൽ വിശാലമായ മാറിടത്തോടും നെടിയ വാലോടും സ്നിഗ്ധങ്ങളായ രോമങ്ങളോടും ഭീമശരീരത്തോടെ സൂര്യരശ്മി പോലെ നിവർന്നു നിൽക്കുന്ന ആ വാനര സേനാപതി ഹരൻ എന്ന പേരായവനാണ്. അനേകം ഉപസേനാപതികൾ അവൻ്റെ അടുത്തുണ്ട്. വൻ കാറിനു തുല്യം നീലാഞ്ജന നിറം എഴുന്നവരും യുദ്ധങ്ങളിൽ സത്യപരാക്രമികളും മറ്റൊരു സാഗരം പോലെ എണ്ണി കണക്കാക്കാൻ സാധിക്കാത്തവരും ശൈലങ്ങളിലും നദികളിലും നിരപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയും യഥേഷ്ടം സഞ്ചരിക്കുവാൻ കഴിയുന്നവരുമായ ഈ വൃക്ഷവാനരന്മാരെ നോക്കൂ. അവരുടെ മധ്യത്തിൽ കാർക്കൊണ്ടലാൽ ആവൃതനായ ദേവേന്ദ്രൻ പോലെ ഭീമാക്ഷനും ഭീമരൂപനും നർമ്മദാ നദിയിലെ വിശുദ്ധജലം കുടിക്കുന്നവനും വൃക്ഷവാൻ എന്ന പർവ്വതത്തിൽ വസിക്കുന്നവനും എല്ലാ വൃക്ഷങ്ങളുടെയും നാഥനുമായ ധൂമ്രനാണ് എന്തിനും തയ്യാറായി നിൽക്കുന്നത്. ധൂമ്രൻ്റെ അനുജനെ മഹാഗിരി പോലുള്ളവനെ നോക്കൂ. ആകൃതിയിൽ ജ്യേഷ്ഠനു തുല്യൻ, പരാക്രമത്തിൽ മികച്ചവൻ. ഇവനാണ് യൂതപനും അതിയശസ്വിയുമായ ജാമ്പവാൻ. ഗുരു ശുശ്രൂഷ തൽപരനും പ്രശാന്തനും ആയോധനങ്ങളിൽ ഏറ്റവും ചൊടിയുള്ളവനും മഹാബുദ്ധിമാനുമായ ഈ ജാമ്പവാൻ ദേവേന്ദ്രനെ അനേകം അടരുകളിൽ സഹായിച്ചിട്ടുള്ളവനുമാകുന്നു. ദേവാസുര യുദ്ധത്തിൽ അനേക വരങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. അനുയായികളാകട്ടെ വായു പോലെ പർവ്വതാഗ്രങ്ങളിൽ ചാടിക്കേറും. വൻ കാറുപോലെയുള്ള പാറകൾ ഉരുട്ടി വീഴ്ത്തും. കൂറ്റന്മാരായ ഇവർ മരണത്തെ കൂസാതെ ഉഗ്രമായി പോരാടും. രക്ഷസുകളോടും പിശാചുക്കളോടും തുല്യരായ ഈ സൈന്യങ്ങൾ അഗ്നിജ്വാലകളെ പോലെയാണ്. 1000 വൃക്ഷസൈന്യങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നത് കാണുന്നില്ലേ? ഇതാ നോക്കൂ. ചൊടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചാടുവാൻ തയ്യാറായി നിൽക്കുന്ന വാനര പ്രമുഖനെ എല്ലാ മർക്കട ശ്രേഷ്ഠന്മാരും നിന്ന് ഇങ്ങനെ നോക്കുന്നു. ഉംബർക്കോനുകൂടി ബലത്താൽ അമ്പിയറ്റുന്ന ഈ പ്ലവകേശ്വരൻ്റെ പേർ ധമ്പൻ എന്നാണ്. 1 യോജന ദൂരം പർവ്വത പാർശ്വങ്ങളെ ചാട്ടത്തിൽ തൊടുവാൻ സാധിക്കുന്നത് ഏവനോ, ഉയരത്തിൽ 1 യോജന വലിപ്പമുള്ളത് ഏവനോ, വാനരവംശത്തിൽ ഏറ്റവും വലിയ ശരീരമുള്ളത് ഏവനോ. സന്നാതൻ എന്ന ഈ ഹരിവരൻ ആ വംശത്തിൻ്റെ പിതാമഹനാണ്. വാനര പ്രമുഖന്മാരിൽ മുഖ്യനായ ഈ ബുദ്ധിമാൻ
ഇന്ദ്രയുദ്ധത്തിൽ പങ്കുചേർന്നവനും പരാജയപ്പെടാത്തവനുമാകുന്നു. ഇന്ദ്രതുല്യ പരാക്രമിയായ ഇവൻ എന്തിനും ഒരുങ്ങി നിൽക്കുന്നു. ഗന്ധർവ കാമിനിയിൽ അഗ്നിദേവനുണ്ടായ ആത്മജനാണ് ആ നിൽക്കുന്നവൻ. പണ്ടുണ്ടായ ദേവാസുര യുദ്ധത്തിൽ വിണ്ണവരെ സഹായിച്ചവനും ഞാവൽ തുടങ്ങിയ വൻ മരങ്ങൾ നിറഞ്ഞ് കിന്നരന്മാർ മുതലായവരുടെ വിഹാര രംഗമായി അദ്രീന്ദ്രന്മാരിൽ ശ്രേഷ്ഠനായ തിരുമേനിയുടെ അഗ്രജനായ ധനേശ്വരൻ, ക്രീഡാസുഖമേൽക്കുന്ന പർവ്വതരാജനിൽ വാഴുന്നവനും വാനര ഋഷഭനുമായ ബലവാനും യുദ്ധങ്ങളിൽ ആത്മപ്രശംസ ചെയ്യാത്തവനുമായ ശ്രീമാൻ ക്രധനനാണത്. 1000 കോടി കവിപ്പടയോടൊന്നിച്ചുള്ള ഈ സേനാപതി സ്വസൈന്യം കൊണ്ടുതന്നെ ലങ്കയെ ഉടയ്ക്കുവാൻ ആഗ്രഹിച്ചാണ് നിൽക്കുന്നത്. മതഗജങ്ങളും മർക്കടവരന്മാരുമായി പണ്ടൊരു വൈരം ഉണ്ടായിരുന്നത് ഓർമ്മിക്കുന്ന ഇവൻ ഗജേന്ദ്രന്മാരെ നടുക്കിക്കൊണ്ട് ഗംഗാതീരത്തിൽ സഞ്ചരിക്കും. മഹാഗിരികളുടെ ഗുഹാന്തർഭാഗത്തിരുന്ന് ഈ യൂഥവനൊന്ന് അലറിയാൽ കാട്ടാനകൾ സ്തംഭിച്ചു നിൽക്കും. വൻമരങ്ങൾ പൊട്ടിവീഴും. പ്ലവകസേനയിൽ അദ്വിതീയ സ്ഥാനത്തു നിൽക്കുന്ന ഇവൻ അമരലോകത്തിൽ ഇന്ദ്രനെന്ന പോലെ മന്ദരതുല്യമായ ഉശീരബീജമെന്ന അദ്രിയിൽ സസുഖം വസിക്കുന്നവനാണ്. ഇതാദിബലത്താൽ വീര്യതൃപ്തന്മാരാൽ അലറുന്ന 1000 ലക്ഷം കൂറ്റന്മാരുടെ ഈശനും നേതാവുമായ പ്രമാദി എന്ന അപ്രതീക്ഷ്യനായ സേനാനാഥനാണിവൻ. കൊടുങ്കാറ്റുകൊണ്ട് ചിന്നിച്ചിതറിയ മേഘ ശകുലങ്ങൾ പോലെ പരന്നു കാണുന്ന വാശിയേറിയ സൈന്യങ്ങൾ ഇവൻ്റെയാണ്. ഇവരുടെ ചവിട്ടേറ്റ് അരുണവർണ്ണത്തിലുള്ള പൊടിപടലങ്ങൾ ഉയരുന്നത് നോക്കൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.